ഉപ്പുതറ കാക്കത്തോട് മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷം. കഴിഞ്ഞ ദിവസം മേഖലയിലെത്തിയ കാട്ടാന വ്യാപകമായി കൃഷിദേഹണ്ഡങ്ങൾ നശിപ്പിച്ചു. വന്യമൃഗങ്ങൾ ജനവാസ മേഖലകളിൽ എത്തുന്നത് തടയാൻ നടപടി വേണമെന്നാണ് ആവശ്യം. കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി കാക്കത്തോട് മേഖലയിൽ കാട്ടാന ആക്രമണം രൂക്ഷമായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 5ഓളം പേരുടെ കൃഷിദേഹണ്ഡങ്ങളാണ് കാട്ടാനകൾ നശിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ മേഖലയിലെത്തിയ കാട്ടാനകൾ വാഴ, കപ്പ, ഏലം തുടങ്ങിയ കാർഷിക വിളകൾ നശിപ്പിച്ചു. കാക്കത്തോട്, മാക്കപ്പതാൽ, കൂപ്പുപാറ, മുത്തമ്പടി, പാലക്കാവ്, കോതവാട് തുടങ്ങിയ പ്രദേശങ്ങളിൽ കാട്ടാനയുടെ ആക്രമണം രൂക്ഷമായിരിക്കുകയാണ്. കുടിയേറ്റം നടന്ന 1918 മുതൽ കഴിഞ്ഞ വർഷം വരെ ഈ കാക്കത്തോട് ഈ ഭാഗങ്ങളിൽ ഞങ്ങളുടെ പ്രദേശങ്ങളിൽ ആനയുടെ ആക്രമണം ഇല്ലായിരുന്നു. ഇപ്പൊ ആനയുടെ ആക്രമണം അതിഗുരുതരമായ രീതിയിൽ പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ്. ആന വന്ന വാഴ നശിപ്പിക്കുന്നു, അതുപോലെ ചക്കയിട്ട് വരുന്ന രീതിയിൽ നിരവധി ആളുകളുടെ ഏലങ്ങൾ നശിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇത് കാട്ടിൽ തീറ്റയില്ലാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. കാട്ടിൽ ആളുകൾ കൂടി കാട്ടിൽ മൊത്തം മരങ്ങൾ മൊത്തം വെട്ടി, അതുപോലെ കാട്ടുതീ ഉണ്ടെങ്കിൽ പുതുമഴ പെയ്യുമ്പോൾ കാട്ടിൽ ഇഷ്ടം പോലെ പുല്ലാകുമായിരുന്നു. പക്ഷേ ദൗർഭാഗ്യം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പുതിയൊരു അശാസ്ത്രീയമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കാടിൽ മൊത്തം കൊങ്ങിണിപ്പടപ്പും വള്ളികളും കയറിയ മൂലം തീറ്റയില്ല വരുമ്പോൾ വന്യജീവികൾ മുഴുവൻ ഇപ്പോൾ നാട്ടിലേക്ക് കടന്ന ഒരു അവസ്ഥയാണുള്ളത്. അപ്പം ഇതിനകത്ത് നമുക്ക് വനംവകുപ്പിനോടോ അല്ലെങ്കിൽ ആരോടോ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കാൻ ഇവിടുത്തെ ആൾക്കാർക്ക് സമയമില്ല. ഞങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശമാണ് ഞങ്ങളുടേത്. അത് സാധൂകരിക്കാൻ വേണ്ടി ഈ നമ്മുടെ ഫെൻസിങ്, സോളാർ ഫെൻസിങ്ങുകൾ അത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ പൂർത്തീകരിച്ചുകൊണ്ട് അമ്പലക്കവല മുതൽ മാക്കപ്പാതാലയിൽ നിന്ന് മാക്കപ്പാതാല വഴി മുത്തമ്പടി വഴി ചെല്ലുന്ന ഫെൻസിങ് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഈ മേഖലയിലെ 100 വർഷത്തിലധികമായി ജീവിക്കുന്ന പാവപ്പെട്ട ഈ മേഖലയിലെ കർഷകരുടെ ഈ ദുരവസ്ഥയ്ക്ക് ഒരു മാറ്റമുണ്ടാകും. വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് കടക്കാതിരിക്കാൻ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ മേഖലയിൽ അടിയന്തരമായി സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാണ്. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നാണ് ആവശ്യം.